വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈസി ടേസ്റ്റി ക്യൂസിൻ. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ ചെയ്യാവുന്ന റൈസ് അല്ല പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും പെട്ടെന്ന് ചെയ്യാം. കാശ്മീരി ഫ്രൈഡ് റൈസ് ആണ്. ഒന്നും വേണ്ട, ഒരു ഗ്രാമ്പു, കുറച്ച് മുളക് പൊടി, കുറച്ച് ജീരകം, ഇത്ര മാത്രം മതി. എണ്ണ, അപ്പം നമ്മൾ അതുപോലെ എണ്ണ ഒഴിക്കുന്നു. ഒരു 2 ടേബിൾ സ്പൂൺ പോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ഗ്രാമ്പു ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കുറച്ച് മതി, കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു 2 or 3 ഇതിട്ടാൽ മതി ഗ്രാമ്പു. അതവിടെ കിടക്കട്ടെ. 1 കപ്പ് അരിയാണ് ഞാൻ വേവിച്ച് വെച്ചേക്കുന്നത്. അത് നേരത്തെ കുതിരാനിടുക ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വേവിച്ച് വെച്ചാൽ മതി കേട്ടോ. ഒരു കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂൺ പോലെ ജീരകം ഒന്ന് മൂക്കട്ടെ കേട്ടോ. ഒരു 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ടേ. ഇതിട്ട ഉടനെ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടേ, കരിഞ്ഞു പോവാതെ. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്തോട്ടെ. ഈ സമയം ഒരു 3/4 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ, കാരണം അത്രയും ചോറേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കുക. എണ്ണ തെളിഞ്ഞ് വരുന്നില്ലേ? നമ്മുടെ മുളക് മൂത്തിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം കേട്ടോ. റൈസ് ഇട്ട് കൊടുക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ എടുത്തു എന്ന് വിചാരിച്ചു, പക്ഷെ ഞാനിതിൽ പ്രസ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ റൈസ് ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ മുളക് പൊടിയുടെ ഒരു പച്ചക്കുത്ത് മാറില്ലേ, അപ്പോൾ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പുണ്ടോയെന്ന് ഈ സമയം ഒന്ന് നോക്കിക്കോണം കേട്ടോ. കുറച്ച് ഉപ്പ് കുറവാണ്. ഞാൻ ഒരു 1/4 ടീസ്പൂണിൻ്റെ ഉപ്പാവാ തോന്നുന്നു. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ. നമുക്ക് അതേ പാനിൽ ഒരു മുട്ട ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് മുളക് പൊടി. ഈ എഗ് യോക്കിലേക്ക് 2 തുള്ളി ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ വേണം നിങ്ങൾക്ക് ഒഴിക്കാം, അല്ലെങ്കിൽ ഗീ. കാശ്മീരി ഫ്രൈഡ് റൈസാണ്, ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ ചേർക്കാം, ക്യാരറ്റോ അങ്ങനെയൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഏറ്റവും സിമ്പിൾ വേർഷനാണ് കാണിച്ചേക്കുന്നത്. പിന്നെ ഈ മുട്ടയും നിങ്ങൾക്ക് ഫ്രൈ ചെയ്തത് ഓപ്ഷണൽ മാത്രമാണ്. മുട്ട വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. മുട്ട ഫ്രൈ ചെയ്ത് തന്നെ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ബുൾസൈ ആയിട്ടും ചെയ്യാം കേട്ടോ. ഇതിൽ മേളിൽ എണ്ണ ഒഴിച്ചാൽ മതി, ഫ്രൈ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.